ചങ്കിടിപ്പോടെ ഉറ്റുനോക്കിയ ആ 13 ദിനരാത്രങ്ങൾ, തകർന്നടിഞ്ഞ സാമ്രാജ്യങ്ങളുടെയും എരിഞ്ഞടങ്ങിയ ജീവിതങ്ങളുടെയും രക്തക്കറ പുരണ്ട ദുർദിനങ്ങളുടെയും ചരിത്രം പറയുന്ന 20-ാം നൂറ്റാണ്ടിൽ അധികാരത്തിലേറിയ ലോകശക്തികളെ കടുത്ത ചെറുത്തുനിൽപ്പിന്റെ മുൾമുനയിൽ നിർത്തിയ സംഭവകഥ. നിശ്ചയമായും സംഭവിക്കാമായിരുന്ന ആണവ യുദ്ധത്തിന്റെ ഗതി അപ്പാടെ മാറ്റിമറിച്ച ദൈവകരത്തിന്റെ ശക്തി, അധികമാരും ചിന്തിക്കാൻ ഇടയില്ലാത്ത ലോകത്തെ ഭരിക്കുന്നവന്റെ അവസരോചിതമായ ഇടപെടലിന്റെ ചരിത്രം. ഷെക്കാന ന്യൂസിന്റെ ഹിസ്റ്ററി റൂറൽ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ നിന്ന് ഏകദേശം 9,000 മൈലുകൾക്കപ്പുറം പശ്ചിമ ദിക്കിൽ ഹരിതവർണ്ണമണിഞ്ഞ മനോഹരമായ അറ്റ്ലാന്റിക് സമുദ്രപരപ്പിൽ അമേരിക്കൻ ഐക്യനാടുകളുടെയും മെക്സിക്കൻ ഉൾക്കടലിലും അടുത്ത് സ്ഥിതി ചെയ്യുന്ന കരീബിയൻ ദ്വീപസമൂഹത്തിലെ ഗ്രേറ്റ് ആന്റിലീസ് എന്നറിയപ്പെടുന്ന ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ബഹമാസ്, ഹെയ്ത്തി, ക്യൂബ എന്നീ പ്രധാന 4 രാജ്യങ്ങളിലെ, എന്തിനേറെ കരീബിയൻ ദ്വീപുകളിലെ തന്നെ ഏറ്റവും വലിയ രാജ്യമായ ക്യൂബയിലാണ് ഇന്നത്തെ കഥ ആരംഭിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ ലഭിച്ച ഏറ്റവും ആദ്യത്തെ അനുഗ്രഹം സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുകയും ചെയ്യുവിൻ എന്നതാണ്. ഈ ആദ്യ കൽപ്പന തലമുറയായി മനുഷ്യനിലൂടെ ദൈവം പ്രവർത്തിക്കുന്നതിന് ഉദാഹരണമാണ്. വിദൂരമായ ദ്വീപുകളിലും മനുഷ്യന് സ്ഥിരമായി അധിവാസയോഗ്യമില്ലാതിരുന്ന സ്ഥലങ്ങളിൽ പോലും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മലകളും സമുദ്രങ്ങളും ദ്വീപുകളും മഞ്ഞിൽ പുതഞ്ഞ താഴ്വരകളും ഭൂമിയുടെ അതിർത്തികളും വാസയോഗ്യമാക്കി ഭൂഗോളത്തെ കീഴടക്കുന്നു. ഗ്വാനഹാറ്റബെ, സിബണി, ടൈനോ തുടങ്ങിയ ആദിമ ഗോത്ര നിവാസികൾ പാർത്തിരുന്ന ക്യൂബൻ മണ്ണിന്റെ ചരിത്രം തുടങ്ങുന്നത് 1492-ൽ ക്രിസ്റ്റഫർ കൊളംബസും അനുയായികളും ഇവിടെ കാലുകുത്തിയപ്പോഴാണ്. തുടർന്ന് സ്പെയിനിൽ നിന്നുള്ള സ്പാനിയാർഡ്സിന്റെ കടന്നുകയറ്റത്തിന്റെ ഫലമായി തദ്ദേശീയർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും ചിലർ ഒറ്റപ്പെട്ടു പോവുകയും സ്പാനിഷ് ഭാഷയും സംസ്കാരവും പ്രചരിപ്പിക്കപ്പെടുകയും സ്ഥാപനങ്ങളും വ്യവസായശാലകളും ആരംഭിക്കുകയും ചെയ്തു. 16-17 നൂറ്റാണ്ടുകളിൽ സ്പെയിനിന്റെ കോളനിവൽക്കരണം മൂലം സമൂഹം കൂടുതൽ വളർന്നു വന്നു. അതുപോലെ തന്നെ കൃഷിയും കാലി വളർത്തലും പ്രധാന വ്യവസായമായി മാറി. ക്യൂബയെ അധിനിവേശം ചെയ്തതിനു ശേഷം ഏകദേശം 3-4 നൂറ്റാണ്ട് വരേക്കും ഈ ദ്വീപ് സ്പാനിഷ് മിലിറ്ററിയുടെ സ്ഥിരം താവളമായിരുന്നു എന്നതൊഴികെ വേറെ യാതൊരു കാര്യമാത്ര പ്രസക്തമായ വികസനങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ അമേരിക്ക സ്വതന്ത്ര രാഷ്ട്രമാകുന്നതോടെ ഹെയ്ത്തി രാജ്യത്തിന്റെ പഞ്ചസാര ഉൽപാദനം വളരെ കുറഞ്ഞു പോവുകയും ക്യൂബയിൽ പഞ്ചസാരയുടെ ഉൽപാദനം വർദ്ധിക്കുകയും പിന്നീട് ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്ന ഓമന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. വ്യവസായം അഭിവൃദ്ധിപ്പെട്ടതോടെ അടിമത്തം വർദ്ധിക്കുകയും പുകയിലയും കാലി വളർത്തലുമെല്ലാം വരുമാന മാർഗമായി തീരുകയും ക്യൂബൻ ജനത ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. എന്നാൽ ക്യൂബൻ മണ്ണിൽ ജനിച്ചു വളർന്ന ക്രയോൾ വംശജർ സ്പാനിഷ് കോളനികളുടെ ദുർഭരണത്തിനെതിരെ അണിനിരന്ന് സ്വാതന്ത്ര്യത്തിനായി യുദ്ധം ചെയ്യുകയുണ്ടായി. 1895 മുതൽ 98 വരെ നീണ്ടുനിന്ന 2ാം സ്വാതന്ത്ര്യ സമരത്തിൽ നേതാവായിരുന്ന ജോസ് മാർട്ടി കൊല്ലപ്പെടുകയും സ്വതന്ത്ര രാജ്യമായിരുന്ന അമേരിക്ക ക്യൂബയ്ക്ക് പക്ഷം പിടിക്കുകയും സാമ്പത്തിക മേഖലയിലും ഭാവിയിലെ പനാമ കനാലിന്റെ ആവശ്യകതയെക്കുറിച്ചും ബോധവാന്മാരായിരുന്ന അമേരിക്കക്കാർ ഡിസംബർ 1898-ൽ പാരീസ് ട്രീറ്റിയുമായി കാലാകാലങ്ങളായി വന്ന സ്പെയിൻ അധിനിവേശത്തെ നിർത്തലാക്കുകയും ക്യൂബയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്തു.
പിന്നീട് ഓഗസ്റ്റ് 12, 1933 ക്യൂബയുടെ സ്വേച്ഛാധിപതിയായിരുന്ന ജെറാർഡോ മെക്കാഡോ രാജിവെക്കുകയും സർജന്റ് ഫുൾഗൻസിയോ ബാറ്റിസ്റ്റ അമേരിക്കൻ നയതന്ത്രജ്ഞനായിരുന്ന കാർലോസ് മാനുവലിനെ കീഴ്പ്പെടുത്തി ക്യൂബൻ മിലിറ്ററി നേതാവായി തീരുകയും ക്രമേണ ക്യൂബൻ പട്ടാളം രാജ്യഭരണം ഏറ്റെടുക്കുകയും 1940 ബാറ്റിസ്റ്റ ക്യൂബൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ ലോക ചരിത്രത്തിൽ നിർണായകമായ മാറ്റങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. 1914 തുടങ്ങിയ ഒന്നാം ലോകമഹായുദ്ധം 1918 അവസാനിക്കുന്നു. 17 റഷ്യൻ വിപ്ലവം തുടങ്ങുന്നു. അതുവഴി റഷ്യയിൽ കമ്മ്യൂണിസം ആരംഭിക്കുന്നു. 1929 US സ്റ്റോക്ക് മാർക്കറ്റ് തകർന്ന് ഏകദേശം 10 വർഷത്തോളം സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്നു. 1939 രണ്ടാം ലോക മഹായുദ്ധവും 1945 അതിന്റെ പരിസമാപ്തിക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 1947 മുതൽ ഏകദേശം 40 വർഷത്തിന് മേലെ നിലനിന്ന ശീതയുദ്ധം ആരംഭിക്കുകയും ചെയ്തു. ലോകത്തിന്റെ ഒരു വശത്ത് യുദ്ധങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും മരണവും അടിമത്തവും കൊണ്ട് ക്ലേശിക്കുന്ന ഒരു സമൂഹം, മറുവശത്ത് ദുഷ്ടരായ ഭരണാധികാരികളും അവരെ നിയന്ത്രിക്കുന്ന ധനാഢ്യരും. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു 20-ാം നൂറ്റാണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തം മുതൽ ചലച്ചിത്രം, ടെലിവിഷൻ, റേഡിയോ, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, ആണവായുധങ്ങളുടെ നിർമ്മാണം, മനുഷ്യൻ ചന്ദ്രനിലേക്ക് കാൽ കുത്തുന്നു. വൈദ്യശാസ്ത്ര രംഗത്തും ഒട്ടനവധി സംഭാവനകൾ ഈ കാലഘട്ടത്തിലൂടെ മനുഷ്യരാശിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ സമ്മിശ്രമായ ഉയർച്ച താഴ്ചകളുടെ സമയത്തും ദൈവം തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ ലോകത്തോട് സംസാരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ജർമ്മനിയുടെ അധിനിവേശത്തിലായ പോളണ്ടിൽ നിന്നുള്ള വിശുദ്ധ മരിയ ഫൗസ്റ്റീനയിലൂടെ ദൈവകരുണയെ പറ്റിയും, നാസി തടങ്ങളിൽ പിടിക്കപ്പെട്ട വിശുദ്ധ മാക്മില്ലൻ കോൾബയിലൂടെ ദൈവസ്നേഹത്തെ പറ്റിയും, വിശുദ്ധ മരിയ ഗൊരേത്തിയിലൂടെ വിശുദ്ധിയെക്കുറിച്ചും, വിശുദ്ധ അൽഫോൻസാമ, മദർ തെരേസ, അങ്ങനെ 100-ലധികം വിശുദ്ധരിലൂടെയും കർത്താവ് ആ കാലഘട്ടത്തിലൂടെ സംസാരിക്കുന്നതായി കാണുവാൻ സാധിക്കും. കത്തോലിക്ക സഭയ്ക്ക് ഒട്ടനവധി വിശുദ്ധരെ സമ്മാനിച്ച ഈ കാലഘട്ടത്തിലാണ് ഫാത്തിമയിലെ പ്രവചനം 2-ാം ലോക മഹായുദ്ധത്തിലൂടെ കലാശക്കൊട്ട് നടത്തുന്നത്. തന്നെ അറിയാത്തവരെയും അറിയുന്നവരെയും പരിപാലിക്കുവാനും രക്ഷിക്കുവാനും ആഗ്രഹിക്കുന്ന രക്ഷകനായ യേശുക്രിസ്തുവിന്റെ തിരുമനസ്സും അതിനോട് മറുതലിക്കുന്ന മനുഷ്യരുടെ ജീവിതവും ഈ 20-ാം നൂറ്റാണ്ടിലെ നിർണായകമായ സംഭവങ്ങളിലൂടെ നമുക്ക് വായിച്ചറിയുവാൻ സാധിക്കും. വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ വെളിപ്പെടുത്തിയ ദൈവകരുണ കൊടും പാപികളായ മനുഷ്യരുടെ മേലും ഭരണാധികാരികളിലൂടെയും പൂർണ്ണമായും വെളിപ്പെടുത്തുന്നത് ഇനി നടന്ന സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നാസി ഭരണത്തെയും ജർമ്മനിയെയും കീഴ്പ്പെടുത്തി അമേരിക്കയും റഷ്യയും ലോകോത്തര ശക്തികളായി മാറി. സാമ്പത്തികവും സൈനികവുമായി US മുന്നിലായിരുന്നുവെങ്കിലും കമ്മ്യൂണിസ്റ്റ് റഷ്യയ്ക്ക് അനുകൂലമായി വാർസോ പാക്റ്റിലൂടെ കിഴക്കൻ യൂറോപ്പിലെ പോളണ്ട്, ചെക്കോസ്ലോവാക്യ, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ മുന്നോട്ട് വന്നു. എന്നാൽ നാറ്റോ ട്രീറ്റിയിലൂടെ പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസ്, യുണൈറ്റഡ് കിങ്ഡം മുതലായ രാജ്യങ്ങൾ കമ്മ്യൂണിസത്തെ അതിന്റെ ജീവിത രീതിക്കും സ്വാതന്ത്ര്യത്തിനും വലിയ ഭീഷണിയായി കാണുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എതിരായ അമേരിക്കയെ പിന്തുണയ്ക്കുകയും ചെയ്തു. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയെ വെസ്റ്റ് ജർമ്മനിയും ഈസ്റ്റ് ജർമ്മനിയുമായി ഭാഗിച്ച് ഈസ്റ്റ് ജർമ്മനി റഷ്യ സ്വന്തമാക്കുകയും യുദ്ധവിമാനങ്ങളും മറ്റു ടെക്നോളജികളും കടത്തിക്കൊണ്ടുപോവുകയും വെസ്റ്റ് ജർമ്മനിയിലെ ശാസ്ത്രജ്ഞരെയും മറ്റാളുകളെയും അമേരിക്ക സ്വന്തമാക്കുകയും ചെയ്തു. ജർമ്മനിയുടെ കാര്യത്തിലും മറ്റു പല രാഷ്ട്രീയ നീക്കങ്ങളുടെ പേരിലും അമേരിക്കയും USSRും തമ്മിൽ പിരിമുറുക്കങ്ങൾ കൂടിക്കൊണ്ടുവന്നിരുന്നു. അതിന് ഉദാഹരണമാണ് മുൻ റഷ്യൻ, അതായത് സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന നികിത ക്രൂഷ്ചേവിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 12-13 തീയതികളിൽ 1961 ബെർലിൻ മതിൽ നിർമ്മിച്ചത്.
അതുവഴി ചെക്ക് പോയിന്റ് ചാർലി എന്ന 16 മണിക്കൂർ നീണ്ട യുദ്ധസമ്മാനമായ അവസ്ഥയിലേക്ക് ലോകശക്തികൾ നീങ്ങുകയും രാജാവിന്റെ ഹൃദയം ദൈവം നിയന്ത്രിക്കുന്ന അരുവിയാണ് എന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ തന്നെ നമ്മുടെ കർത്താവിന്റെ വലിയ കാരുണ്യത്താലും മനുഷ്യന്റെ ദയനീയത കാണുന്ന സൃഷ്ടാവിന്റെ ശക്തിയാലും ദൈവത്തിന്റെ വലിയ ഇടപെടലിലൂടെ ചെക്ക് പോയിന്റ് ചാർലി എന്ന യുദ്ധസമാനമായ അന്തരീക്ഷം അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെയും സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് നികിത ക്രൂഷ്ചേവിന്റെയും പരസ്പരമുള്ള ഫോൺ വിളിയോടുകൂടി അവസാനിക്കുകയും ചെയ്തു. അതേസമയം റഷ്യയും അമേരിക്കയും സാങ്കേതിക മികവിലും മത്സരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. 1957 സ്പുട്നിക് 1-2 സാറ്റലൈറ്റ്സുകൾ വിക്ഷേപിച്ച് റഷ്യയും 1958 എക്സ്പ്ലോറർ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത് USA-യും പിന്നീട് 1961 USSRന്റെ യൂറി ഗഗാറിൻ ആദ്യമായി ബഹിരാകാശത്തെത്തി തിരിച്ചു വരികയും ചെയ്തതോടുകൂടി റഷ്യക്ക് തന്റെ സാങ്കേതിക മികവ് കൂടുതലും തെളിയിക്കുവാൻ സാധിച്ചു. എന്നാൽ മനുഷ്യന്റെ അതിരുകടന്ന അഹങ്കാരത്തിന് ഉദാഹരണമാണ് 1962 ഒക്ടോബറിൽ സോവിയറ്റ് യൂണിയൻ, ക്യൂബ എന്നിവർ ഒരു വശത്തും അമേരിക്കൻ ഐക്യനാടുകൾ മറുവശത്തുമായി 13 ദിവസത്തോളം അണിനിരന്ന ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒക്ടോബർ സംഘർഷം. ഇതിന് പശ്ചാത്തലമൊരുക്കിയത് 1958 ക്യൂബൻ വിപ്ലവത്തിലൂടെ പ്രസിഡന്റ് ആയിരുന്ന ഫുൾഗൻസിയോ ബാറ്റിസ്റ്റയെ പുറത്താക്കുകയും കമ്മ്യൂണിസ്റ്റ് പക്ഷക്കാരനായ ഫെഡറൽ കാസ്ട്രോ ക്യൂബയിൽ അധികാരത്തിലേറുകയും സാമ്പത്തികവും മിലിറ്ററി ആവശ്യത്തിനും റഷ്യയോട് കൂടുതൽ അടുക്കുകയും ചെയ്തതോടെയാണ്. കമ്മ്യൂണിസത്തെ തീർത്തും എതിർത്തിരുന്ന അമേരിക്കയ്ക്ക് ഈ ബന്ധം ഭീഷണിയായി മാറി. ലാറ്റിൻ അമേരിക്കയിലെ തങ്ങളുടെ മേധാവിത്വം തകർന്നു പോയേക്കുമെന്ന് അമേരിക്ക ഭയപ്പെട്ടു. ക്രമേണ അമേരിക്കയുടെ ചാരസംഘടനയായ CIA സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ക്യൂബൻ ഭരണകൂടത്തെ എതിർത്തവരെയും ചില അധോലോക സംഘടനകളെയും പരിശീലിപ്പിച്ച് കാസ്ട്രോയെ പുറത്താക്കുവാൻ 1961 ബേ ഓഫ് പിഗ്സ് ആക്രമണം നടത്തുകയും പക്ഷേ CIA അതിൽ പരാജയപ്പെടുകയും ചെയ്തു. എന്തു വില കൊടുത്തും ക്യൂബയുടെ മേലുള്ള ആക്രമണങ്ങൾ ചെറുക്കുമെന്നുള്ള ക്രൂഷ്ചേവിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഭാവി പ്രകോപനങ്ങൾ തടയുവാൻ കമ്മ്യൂണിസം അധികാരത്തിൽ വന്ന ക്യൂബയിൽ ആണവ മിസൈലുകൾ സ്ഥാപിക്കുക എന്ന ആശയം ക്രൂഷ്ചേവ് കാസ്ട്രോയുടെ പരിഗണനയിൽ വെച്ചു. US-ന്റെ ക്യൂബൻ ആക്രമണം തടയുക എന്നതായിരുന്നു പ്രമേയം. എങ്കിലും അമേരിക്കയുടെ സുപ്രധാന നഗരങ്ങളിലേക്ക് ലക്ഷ്യം വെക്കാവുന്ന ദൂരത്തിൽ മിസൈലുകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു റഷ്യയുടെ പ്രധാന അജണ്ട. ക്യൂബൻ തലസ്ഥാനമായ ഹവന്നയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും മെക്സിക്കോ സിറ്റി, ലോസ് ആഞ്ചൽസ്, ഡെൻവർ, ഷിക്കാഗോ, വാഷിംഗ്ടൺ, ന്യൂയോർക്ക്, മയാമി എന്നിവിടങ്ങളിലേക്കുള്ള മിസൈൽ ആക്രമണം ക്യൂബ ഒഴികെ വേറൊരു പാശ്ചാത്യ രാജ്യത്തിനെയും കേന്ദ്രീകരിച്ച് നടത്തുവാൻ കമ്മ്യൂണിസ്റ്റ് റഷ്യക്ക് സാധ്യമായിരുന്നില്ല. മാത്രമല്ല 1962 റഷ്യയുടെ സുപ്രധാന നഗരങ്ങളെ ലക്ഷ്യം വെച്ച് അമേരിക്ക ഇറ്റലിയുടെയും തുർക്കിയുടെയും തീരങ്ങളിൽ ജൂപ്പിറ്റർ ആണവ മിസൈലുകൾ സ്ഥാപിച്ചിരുന്നു. ഈ ആണവ ഭീഷണിക്ക് പകരമെന്ന നിലയ്ക്ക് കൂടിയാണ് ക്യൂബൻ തീരത്ത് മിസൈലുകൾ സോവിയറ്റ് യൂണിയൻ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചത്. 1962 ജൂലൈ മാസത്തിൽ ക്രൂഷ്ചേവും കാസ്ട്രോയും തമ്മിലുണ്ടായ രഹസ്യ കൂടിക്കാഴ്ചയിൽ ക്യൂബയിൽ മിസൈൽ താവളം നിർമ്മിക്കുവാൻ തീരുമാനമാവുകയും ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ കാലത്തേക്ക് 40,000-ഓളം വരുന്ന സോവിയറ്റ് സൈനികർ ഓപ്പറേഷൻ അനാദിർ എന്നറിയപ്പെടുന്ന ഈ പദ്ധതിക്ക് വേണ്ടി സജ്ജരാവുകയും ആർമി ജനറൽ ഇസപ്ലിയേവിന്റെ നേതൃത്വത്തിൽ വളരെ രഹസ്യമായി സോവിയറ്റ് സായുധ സേന ക്യൂബൻ തീരത്ത് വിന്യസിക്കപ്പെടുകയും ചെയ്തു. 1962 ആഗസ്റ്റിൽ ക്യൂബയിൽ നടക്കുന്ന ഈ നിർമ്മാണങ്ങളെക്കുറിച്ച് അമേരിക്കൻ ഇന്റലിജൻസിന് അറിവ് കിട്ടിയിരുന്നെങ്കിലും പിന്നീട് അവിടെ കണ്ട സോവിയറ്റ് നിർമ്മിത MiG-21 വിമാനങ്ങളും ചില ബോംബർ വിമാനങ്ങളും അമേരിക്കയുടെ സംശയങ്ങൾ സാധൂകരിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ ഒക്ടോബർ 14 ചാരദൗത്യവുമായി ക്യൂബയ്ക്ക് മേൽ പറന്നുകൊണ്ടിരുന്ന U-2 വിമാനത്തിലെ വൈമാനികനായിരുന്ന ഹൈസർക്ക് കിട്ടിയ ചില ചിത്രങ്ങളിൽ മിസൈൽ തറകൾ വ്യക്തമായിരുന്നു. മിൽക്ക് റൺ എന്ന പേരിട്ട ഈ ദൗത്യത്തിന്റെ രേഖാചിത്രങ്ങൾ CIA-ക്ക് ലഭിക്കുകയും SS മിസൈലുകളുടെ ബാറ്ററികളുടെയും സെക്കൻഡ് 28 ബോംബറുകളുടെയും ചിത്രങ്ങൾ ക്യൂബൻ പ്രദേശങ്ങളായ സാൻ ക്രിസ്റ്റോബോളിൽ നിന്നും സാൻ ജൂലിയാനിൽ നിന്നുമാണ് ലഭിച്ചതെന്നും മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഇറ്റലിയിലും തുർക്കിയിലുമുള്ള അമേരിക്കൻ മിസൈലുകളെ പ്രതിരോധിക്കാനായിരിക്കാം
മിസൈൽ തറകളെന്ന് അന്നത്തെ CIA മേധാവിയായിരുന്ന ജോൺ മക്കോൺ സംശയിച്ചെങ്കിലും ഒക്ടോബർ 15 മുതൽ 13 ദിവസം ദീർഘിച്ച മിസൈൽ പ്രതിസന്ധിക്ക് ഇവ കാരണമായി. അതേസമയം ദൈവത്തിന്റെ വലിയ ഇടപെടൽ എന്നതിന്റെ തുടക്കം എന്നോണം കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങൾക്കും മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിൽ 1962 ഒക്ടോബർ 11 ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ദൈവകരത്തിന്റെ മഹത്വത്തെക്കുറിച്ചും ദൈവത്തിന്റെ പദ്ധതിയെയും കുറിച്ച് വാചാലനാകുന്ന പാപ്പ ഈ യുദ്ധകാലഘട്ടത്തിലും ഇതെല്ലാം ദൈവപദ്ധതിയുടെ പൂർത്തീകരണമാണെന്നും സഭയുടെ നന്മയ്ക്കായി ഇതെല്ലാം പരിണമിക്കുമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച പ്രസംഗം വളരെ പ്രശസ്തമാണ്. ബൈബിളിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ദാവീദിന്റെ പിൻഗാമികളിൽ ഹെസക്കിയ രാജാവിനെ കുറിച്ച് നമ്മിൽ പലരും വായിച്ചിരിക്കുമല്ലോ. രാജാവ് യൂദ ഭരിച്ചിരുന്ന കാലത്ത് ദൈവസ്വരം ശ്രവിക്കാതെ ഉടമ്പടി ലംഘിച്ച ഇസ്രായേൽക്കാരെ അസ്രിയൻ രാജാവായിരുന്ന ഷൽമനസർ സമരിയെ പിടിച്ചെടുത്ത് നാട് കടത്തിയതും പിന്നീട് ഹെസക്കിയയുടെ 14-ാം ഭരണവർഷത്തിൽ അസ്രിയൻ രാജാവായിരുന്ന സന്നക്കരിബ് യൂദയെ ആക്രമിച്ച് യൂദാ രാജാവായ ഹെസക്കിയായെ പരിഹാസവാക്കുകൾ പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോൾ രാജാവ് ആശ്രയിച്ചത് തന്നിലോ ദുർബലമായ തന്റെ സൈന്യത്തിലോ അയൽ രാജാക്കന്മാരിലോ അല്ല, ജീവിക്കുന്നവനായ ദൈവത്തിന്റെ ശക്തിയിലും അവിടുത്തെ പ്രഭാവത്തിലുമാണ്. അങ്ങനെ ആമോസ് പ്രവാചകനിലൂടെ കർത്താവിന്റെ ഉപദേശം തേടി ഹെസക്കിയ പിന്നെ കാണുന്നത് 1,80,000 പേർ വരുന്ന അസിറിയൻ പട മരിച്ചു കിടക്കുകയും അസിറിയൻ രാജാവിനെ സ്വന്തം പുത്രന്മാർ വധിക്കുന്നതും അങ്ങനെ ഏറ്റവും ചെറുതായിരുന്ന യൂദാ രാജ്യത്തെ ദൈവത്തിന്റെ കരം രക്ഷപ്പെടുത്തുന്നതുമായിട്ടാണ്. അതുപോലെ തന്നെ ജീവിക്കുന്നവനായ ദൈവത്തിന്റെ ശക്തി യേശുക്രിസ്തുവിലൂടെ പ്രകടമാകുന്നത് അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായി കത്തോലിക്ക വിശ്വാസിയായ ജോൺ എഫ് കെന്നഡി പ്രസിഡന്റ് ആകുന്നതും ജോൺ 23-ാമൻ മാർപ്പാപ്പയാകുന്നതും വഴിയാണ്. കാലഘട്ടത്തിന് അനുയോജ്യരായ നേതാക്കന്മാരെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ഇതിലൂടെ കാണുവാൻ സാധിക്കും. Shall be the policy of this nation to regard any nuclear missile launched from Cuba against any nation in the Western Hemisphere as an attack by the Soviet Union on the United States, requiring a full retaliatory response upon the Soviet Union. I call upon Chairman Khrushchev to halt and eliminate this clandestine, reckless, and provocative threat to world peace and to stable relations between our two nations. അങ്ങനെ ഒക്ടോബർ 22 ടെലിവിഷനിലൂടെ സംഘർഷാവസ്ഥ വിവരിച്ച കെന്നഡി ചരിത്രത്തിലെ രണ്ടാമത്തെ തവണയും ഡിഫൻസ് റെഡിനെസ് കണ്ടീഷൻ, അതായത് ഏത് നിമിഷവും സജ്ജരായിരിക്കുക എന്ന ഡെഫ്കോൺ സെക്കൻഡിന് ഉത്തരവിട്ടു. ബാലിസ്റ്റിക് മിസൈലുകൾ നീക്കം ചെയ്യണമെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾ തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് വാദിയായിരുന്ന ക്രൂഷ്ചേവ് ചെവികൊണ്ടില്ല എന്ന് മാത്രമല്ല, അമേരിക്കയിൽ കടന്നുകയറ്റത്തിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ തന്ത്രപരമായി ക്യൂബയിൽ സ്ഥാപിച്ച മിസൈലുകൾ വിക്ഷേപിക്കുവാൻ സോവിയറ്റ് സൈന്യത്തിന് ചുമതല നൽകുകയും ചെയ്തു. Господин представитель, это что, для вас открытие? Весь мир знает, что самая империалистическая держава – это Соединенные Штаты Америки. അമേരിക്ക ക്യൂബയുടെ മേൽ നടത്തിയ ഉപരോധങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുകയും അത് വലിയ ആണവയുദ്ധത്തിൽ കലാശിക്കുവാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ നാടകീയമായി സംഭവങ്ങൾ മാറി മറിഞ്ഞു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കെന്നഡി ജോൺ 23-ാമൻ പാപ്പയ്ക്ക് സന്ദേശം അയക്കുകയും സന്ദേശം മനസ്സിലാക്കിയ പാപ്പ US-ലെയും സോവിയറ്റിന്റെയും എംബസികൾക്ക് കത്തയക്കുകയും വത്തിക്കാൻ റേഡിയോയിലൂടെ കത്തിലെ പകർപ്പ് വായിക്കുകയും പ്രക്ഷേപണം നടത്തുകയും ചെയ്തു. ആ സന്ദേശം ഇങ്ങനെയാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്: മനുഷ്യരാശിയുടെ ഈ നിലവിളിക്ക് മുൻപിൽ സർക്കാരുകൾ ചെവി അടയ്ക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. സമാധാനം സംരക്ഷിക്കുവാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ആർക്കും പ്രവചിക്കുവാൻ കഴിയാത്ത യുദ്ധത്തിന്റെ ഭീകരതയിൽ നിന്ന് അവർക്ക് രക്ഷിക്കുവാൻ കഴിയും എന്ന് തുടങ്ങി സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പാപ്പയുടെ സന്ദേശം ലോകത്തിലെ മിക്ക എല്ലാ പത്രങ്ങളിലും, പ്രത്യേകിച്ച് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക പത്രമായ പ്രവാടയിൽ പോലും പ്രസിദ്ധീകരിച്ചിരുന്നു. അങ്ങനെ പാപ്പയുടെ എളിയ അഭ്യർത്ഥനയിൽ യുദ്ധസന്നാഹത്തിന് ഒരുങ്ങി നിന്ന ക്രൂഷ്ചേവും സൈന്യവും സമാധാന നേതാക്കന്മാരായി പിന്തിരിയുന്നു. പാപ്പയുടെ വിഖ്യാതമായ സന്ദേശത്തിന് 2 ദിവസത്തിന് ശേഷം തികഞ്ഞ കമ്മ്യൂണിസ്റ്റും നിരീശ്വരവാദിയുമായ സോവിയറ്റ് പ്രസിഡന്റ് നികിത ക്രൂഷ്ചേവ് ക്യൂബയിലെ മിസൈലുകൾ പിൻവലിക്കുന്നു. അതുപോലെ തന്നെ അമേരിക്കയും തുർക്കിയിലെ മിസൈൽ ശേഖരവും തിരിച്ചെടുക്കുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ റഷ്യ കത്തോലിക്ക സഭയുമായി സംഘർഷത്തിലായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. അങ്ങനെ പിരിമുറുക്കങ്ങൾ നിറഞ്ഞ 13 ദിനങ്ങൾ സമാധാനത്തോടെ അവസാനിച്ചു. അനുഗ്രഹീതനായ ജോൺ 23-ാമൻ പാപ്പയുടെ ഇടപെടൽ പല ചരിത്ര രേഖകളിലും അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ ഇത് 20-ാം നൂറ്റാണ്ടിലെ നിർണായകമായ ഒരു സംഭവമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ 1963 ഓഗസ്റ്റ് 5-ന് ആണവായുധ പരീക്ഷണം ഭാഗികമായി നിർത്തലാക്കിക്കൊണ്ടുള്ള രേഖ ഇരു രാജ്യങ്ങളും ഒപ്പിടുകയും അടിയന്തര സന്ദേശങ്ങൾ കൈമാറാനുള്ള ടെലഫോണിക് ഹോട്ട്ലൈൻ വാഷിംഗ്ടണിലും മോസ്കോയിലും സ്ഥാപിക്കുകയും ചെയ്തു.
1963 ജൂൺ 3-ാം തീയതി ജോൺ 23-ാം മാർപ്പാപ്പ കാലം ചെയ്യുകയും പിന്നീട് 2002 സെപ്റ്റംബർ 3-ന് അനുഗ്രഹീതനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പഴയ നിയമത്തിൽ സമാധാന പ്രഭുവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. സുവിശേഷത്തിൽ സമാധാനം മനുഷ്യർ ഓരോരുത്തർക്കും ആശംസിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുവാൻ സാധിക്കും. അത് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് ആശംസിച്ചുകൊണ്ട് സമാധാന രാജാവായി അവിടുന്ന് നിത്യം വാഴുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: യേശുക്രിസ്തു നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി ഹിസ്റ്ററി റൂളറിലൂടെ വീണ്ടും കണ്ടുമുട്ടാം.